കഴിഞ്ഞ ദിവസമാണ് UAE വെച്ച് നടന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി മീറ്റിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്തത്. അവർ ആ പരിപാടിയിൽ ആദരിക്കുകയും അവർ കേരളത്തെ പുകഴ്ത്തുകയും ചെയ്തു. പിന്നീട് വലിയ വിവാദമായപ്പോഴാണ് ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ നടത്തിയ ആരോപണങ്ങളും എല്ലാം പുറത്തു വന്നത്. ഇത് ശരിക്കും ഈ സംഘാടകർക്ക് പറ്റിയത് വലിയ പിഴവ് തന്നെയല്ലേ? സംഘാടകർക്ക് പറ്റിയത് ഒരു പിഴവ് തന്നെയാണ്. കാരണം പക്ഷേ ഇത് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ഒക്കെ വന്ന് പങ്കെടുക്കുന്ന പരിപാടി അത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് മറ്റു പല മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് പാക് മാധ്യമങ്ങളിലും മറ്റു പല വിദേശ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യയിലെ ആളുകൾ ഈ ഷാഹിദ് അഫ്രീദിയൊക്കെ വലിയ തോതിൽ ആദരിക്കുന്നു എന്നുള്ള നിലക്കുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി എനിക്ക് പറയേണ്ടത്, നമ്മളിവിടെ വളർന്നു വരുന്ന ഒരു തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് പറ്റിയതൊരു മിസ്റ്റേക്കാണ്. പക്ഷെ ആ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയുമ്പോൾ പോലും ഇത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോ നമ്മുടെ ഇവിടുത്തെ എത്ര ജേർണലിസ്റ്റുകളോ എത്ര പ്രൊഫസർമാരോ എത്ര മിടുക്കരായിട്ടുള്ള ആളുകളോ ഒക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പരാമർശങ്ങളെല്ലാം മഹാഭൂരിപക്ഷം പറയുന്ന ജനങ്ങൾ പറയുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഇതിനൊരു ന്യായീകരണം അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ആലുമിനി മീറ്റ് ആണെന്നാണ്. തീർച്ചയായിട്ടും അവരെ ക്യൂബ എന്നാണ് അവരുടെ ഇതിന്റെ പേര്. അവർ ഓർമ്മച്ചെപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയതാണ്. ആ പരിപാടിയിൽ ഇവരെ നേരത്തെ തന്നെ മുൻകൂട്ടി പങ്കെടുപ്പിക്കണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്രോഷറോ നോട്ടീസോ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ളൊരു പോസ്റ്ററെങ്കിലും അടിച്ചിറക്കിയാൽ. അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ തൊട്ടടുത്ത പരിപാടിയിൽ ഈ ഷാഹിദ് അഫ്രീദി വന്നു. സ്വാഭാവികമായിട്ട് ഇവർ ചിലപ്പോൾ കുറച്ച് പണം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതൊക്കെ സൗഹൃദത്തിന്റെ പേരിലാണെന്നറിയില്ല. ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും കൂടി ഈ പരിപാടിക്ക് വന്നു. ആ പരിപാടിയിൽ അവർ വലിയ തോതിൽ വെൽക്കം ചെയ്തു. ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പക്ഷേ ഷിബിലി, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതെ കൊണ്ട് അവരെല്ലാവരെയും രാജ്യദ്രോഹികളാണ്, അവരുടെ വിസയും പാസ്പോർട്ടും ഒക്കെ റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന ആവശ്യങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് ഉയരുന്നത് ഞാൻ കേട്ടു. അതെന്നെ അമ്പരപ്പിച്ചു. രണ്ട് കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. ഒന്ന്, തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ വലിയ തോതിൽ വിമർശനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം പക്ഷേ അവിടെ ഒരു വലിയ ദേശീയവാദിയൊക്കെ ആയിട്ട് ഉള്ള മുഖം മൂടിയൊക്കെ എടുത്തണയാൻ ശ്രമിക്കുകയും ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊക്കെ തന്നെ പറയുകയും ഇന്ത്യൻ പട്ടാളം വെറും യൂസ്ലെസ് ആണ് എന്നൊക്കെ പറയുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ നടന്ന ഒരു സംഘടന വിളിച്ച് അവരുടെ ഓർമ്മച്ചെപ്പെന്നോ എന്തോ പറയുന്നുള്ള ഒരു പരിപാടിയിൽ വിളിച്ച് അനുമോദിക്കുക എന്ന് പറയുന്നത് ഒരു അനൗചിത്യമാണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ വരെ കറക്റ്റാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവർ രാജ്യദ്രോഹികളാണെന്നോ അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം മനഃപൂർവ്വം ചെയ്ത് ഇന്ത്യയെ ദ്രോഹിക്കാൻ വേണ്ടിയാണെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ചിലപ്പോൾ ഒരു ക്രിക്കറ്റ് താരം, അതിപ്പോ ഇമ്രാൻ ഖാനോ അല്ലെങ്കിൽ വസീം അക്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിയാൻ ദാദോ അതുപോലെയുള്ള ആരെങ്കിലും വന്നാൽ, ഇത് മിയാൻ ദാദാണെന്ന് പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനാണെന്നൊന്നും ഓർക്കാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരോടൊരു ബഹുമാനം പ്രകടിപ്പിക്കും. ഇപ്പൊ പിണറായി വിജയൻ വന്നാൽ നിങ്ങളും ഞാനും ഒക്കെ എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ മോഹൻലാൽ വന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇതൊക്കെ കൊണ്ടിട്ട് നമുക്കൊരിക്കലും അവരോട് നിലപാടുകളോട് യോജിപ്പാണ് എന്നുള്ളതിനൊന്നും അതിന് അർത്ഥമില്ല. പകരം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു താല്പര്യം തോന്നും. അത് മാത്രമേ അവിടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളൂ. ഈ സംഘടനയിൽ ഉള്ള ആളുകൾക്ക് ഒരു തെറ്റ് പറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തെറ്റിനും അപ്പുറത്ത് അവരുടെ പാസ്പോർട്ടും അതുപോലെ വിസയും ഒക്കെ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ ഉള്ളത് വളരെ ഈ പറയുന്ന വലിയൊരു ചോദ്യമാണ്. അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞൊരു തീവ്ര ദേശീയത പരിപോഷിപ്പിക്കുന്ന ആളുകളാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. മെറീന മൈക്കിൾ എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ആ മെറീന മൈക്കിൾ എന്ന് പറയുന്ന നടി, അവര് പാകിസ്ഥാനിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം നല്ല ആളുകളാണെന്നൊരു വാചകം പറഞ്ഞു. ഒരു മെറീന മൈക്കിളിനൊക്കെ എത്രത്തോളം ബോധവും വിവരവും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മതി. അല്ലാതെ അവർ പറഞ്ഞൊരു അഭിപ്രായം ഉടനെ തന്നെ അത് പാകിസ്ഥാൻ അനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായി. ഇനി ഇതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ തുർക്കിയിലേക്ക് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സരിനും അതുപോലെ തന്നെ സൗമ്യ സരിനും ഒക്കെ എതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് കുറച്ചൊരു ഈ പോപ്പുലേഷൻ മാനിയൊക്കെ ഉള്ള ഒരാളാണ് സൗമ്യ സരിൻ എന്ന് പറയുന്നത്. അവർ നിരവധി ഫോട്ടോകൾ തുർക്കിയിൽ പോയിട്ടും ഇസ്താംബുളിൽ പോയിട്ടും പല സ്ഥലങ്ങളിൽ പോയിട്ടും ഒക്കെ അവരിട്ടൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. ആ ഫേസ്ബുക്കിലൊക്കെ കണ്ട പോസ്റ്റോ കണ്ട് അതെല്ലാം തന്നെ പാകിസ്ഥാനുമായി ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പാണ്. അപ്പൊ അങ്ങനെ മുമ്പ് പോയിട്ടുള്ള ഒരാൾ അതിനുശേഷം തുർക്കി പാകിസ്ഥാൻ അനുകൂലിച്ചു, അസർബൈജാൻ പാകിസ്ഥാൻ അനുകൂലിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ദേശീയതയുടെ പ്രതിഫലനങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാലോ.
ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം ലോകത്തെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ഒരു തീവ്ര ദേശീയത വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷനൊക്കെ ജയിക്കാവുന്ന വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു. ഇനി മറ്റൊരു കാര്യം, മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ വളരെ ഈ പറയുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ മുഖമായിട്ടുള്ള ഒരു വനിതാ ഓഫീസറെ കുറിച്ച് അവരാണ് നമുക്കറിയാം പത്രസമ്മേളനത്തിൽ വന്നത്. ആ ഈ പറയുന്ന ഖുറേഷിയെ കുറിച്ചിട്ട് അവർ ഭീകരരുടെ സഹോദരിയാണ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞല്ലോ. അന്നേരം ഇത്രത്തോളം വലിയ പ്രതിഷേധം ഉണ്ടായില്ല. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ദേശീയതയുടെ പ്രതിഫലനമാണ്. ദേശീയത വേണം, തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം നിലനിൽക്കണം, നമ്മുടെ രാജ്യത്തോട് നമുക്ക് വലിയ സ്നേഹം വേണം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ നമുക്ക് ഏതെങ്കിലും ശത്രു ഉണ്ടാവുകയും ആ ശത്രു രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമന്റ് പറയുകയും ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന നിലപാടിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. അത് തീവ്ര ദേശീയതയിലേക്കുള്ള പടിപടിയായിട്ടുള്ള പോക്കാണ്. ആ തീവ്ര ദേശീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഫാസിസത്തിലേക്കൊക്കെ നയിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികൾ അത് തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ഇതുപോലെ പല ഇഷ്യൂകളിലും നമ്മുടെ നാട്ടിലെ ആളുകൾ അതിതീവ്രദേശീയത ഉയർത്തിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഇത് ശരിക്കും ചിലർ ഇതിനെ പ്രൊപ്പഗണ്ടയായി തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇതൊരു കൃത്യമായ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പഗാണ്ടയാണ്, ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ പോലും നമുക്ക് ചില ഇപ്പം BJPയോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താണ്, നമുക്കറിയാലോ ഈ പറയുന്ന പഹൽഗാമിൽ ഇത്ര വലിയൊരു അറ്റാക്ക് ഉണ്ടായതിന് ശേഷം പോലും ഇപ്പം കലിമ ചൊല്ലാൻ പറഞ്ഞു, മതം ചോദിച്ചുമൊക്കെ ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതിന് ശേഷം പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു തരത്തിലുള്ള കലാപവും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള വിഭജനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, അതിപ്പോൾ രാമേന്ദ്രൻ നായരുടേതാണെങ്കിലും മറ്റു പലരുടേതാണെങ്കിലും അവർ പോലും വന്നിട്ട് നമ്മളോട് പറഞ്ഞത് അവിടെ അവരെ സഹായിച്ച മുസ്ലിം സഹോദരനെ കുറിച്ചൊക്കെ തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഭീകരർ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഭീകരർ പരാജയപ്പെട്ടത് നരേന്ദ്രമോദിയുടെയും BJPയുടെ ഒക്കെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള നടപടികളാണെന്ന് ഞാൻ പറയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാനോ പ്രകോപനപരമായിട്ടുള്ള ഒരു വാചകം പറയാനോ ഒന്നും മോദി തയ്യാറായില്ലെന്ന് മാത്രമല്ല 14 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് വരെ വളരെ കൂളായി നിന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ആ പ്രധാനമന്ത്രി അങ്ങനെ വളരെ കൂളായി നിൽക്കുകയും ഈ പറയുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ BJPയോ അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയോ തിരിച്ചടിക്കണമെന്ന് ആവേശ കമ്മിറ്റിക്കാർ പറയുന്ന പോലെ പറയുകയോ അതിതീവ്ര ദേശീയതയൊന്നും പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. പകരം എന്താണ് ചെയ്തത്, 21ഓളം വരുന്ന അവരുടെ പല ആക്രമിക്കേണ്ട ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ കണ്ടെത്തുകയും അത് കൃത്യമായി ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ 9 എണ്ണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്പോട്ട് ചെയ്തുകൊണ്ട് അവിടെ അറ്റാക്ക് നടത്തുകയും ചെയ്തു. ആ അറ്റാക്ക് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പക്വമായ നിലപാടാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇന്ത്യ പറഞ്ഞത് ഇത് പഹൽഗാമില് ഞങ്ങളുടെ 26 പേരെ മരിച്ചതിന് തിരിച്ചടിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു. ആ തിരിച്ചടി കൊടുത്തതിന് ശേഷം സൈനികർ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ട്രൂസ് വേണം, രമ്യത വേണം, സീസ്ഫയർ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ വളരെ പക്വമായ കൃത്യമായ നിലപാടാണ് നരേന്ദ്രമോദിയും ഗവൺമെന്റും കൈക്കൊണ്ടത്. ആദ്യം ചെയ്തത് എന്താണ്, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അത് കൃത്യമായി നമ്മൾ പാകിസ്ഥാന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അറ്റാക്ക് നമ്മൾ നടത്തി. ഇനി അത് നടത്തിയതിന് ശേഷം ഇന്റർനാഷണൽ ലെവലിലുള്ള രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അസദുദ്ദീൻ ഒവൈസി മുതൽ ശശി തരൂർ വരെയുള്ള നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഡെലിഗേറ്റുകളെ 7ഓളം വരുന്ന സംഘങ്ങളാക്കിയിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വളരെ പക്വമായിട്ടുള്ള ഒരു തീരുമാനവും ഇടപെടലുമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് അത്തരത്തിൽ പക്വമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിനെയും ഒക്കെ മറികടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഭീകരർ ജയിക്കാൻ പോകുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തീവ്ര ദേശീയവാദം ഉയർത്തിക്കൊണ്ട് നമ്മുടെ തന്നെ ആളുകളെ എതിർപക്ഷത്തേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ്. ഇപ്പൊ അവർക്കൊരു തെറ്റുപറ്റിപ്പോയെങ്കിൽ ആ തെറ്റുപറ്റി നിങ്ങൾ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചിട്ട് ഇങ്ങനെ അനുമോദിക്കാൻ പാടില്ലായിരുന്നു, കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരാളാണ് എന്നവരോട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പാകിസ്ഥാനിലെ ഏതെങ്കിലും സെലിബ്രിറ്റിയെ വിളിക്കുമ്പോൾ അത് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു അവയർനെസ് നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്ക്
നമ്മുടെ ആളുകളെ തന്നെ അവരുടെ ഭാഗത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല എന്നും അതിൻ്റെ പിന്നിൽ മറ്റു ചില അജണ്ടകളുണ്ട് എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്.